Watch India's largest kids library only on Jio Hotstar. Download the app now. ഡോക്ടർ ജഡ്ക വലിയേട്ട എന്തുവായി ചെയ്യുന്നത്? ആ മോട്ടു എന്റെ ജങ്ക് നീ വന്നോ? ഒന്നുമില്ല, ഈ ടൈമിംഗ് മെഷീൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കുറെ നാളായി, അതുകൊണ്ട് ഞാനൊന്ന് ക്ലീൻ ചെയ്യുമായിരുന്നു. ഡോക്ടർ ജഡ്ക, ഒരുപാട് ദിവസമായി ഞങ്ങൾ എങ്ങോട്ടെങ്കിലും യാത്രയൊക്കെ പോയിട്ട് ഞങ്ങൾ ഈ ടൈം മെഷീൻ കയറിയിട്ട് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോയിക്കോട്ടെ. നിങ്ങൾ എന്ത് ചോദ്യമായി ചോദിക്കുന്നേ? ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഇപ്പൊ അതിനെപ്പറ്റി ആലോചിച്ചിട്ടേ ഉള്ളൂ. പൊളിച്ചെടുത്തല്ലോ. അതെ, ടൈം ട്രാവലിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. ശരിക്കും അടിപൊളിയായിരിക്കും. ശരി, ഓക്കെ, എന്നാ നമുക്ക് പോകാം. ടൈം ബോർഡ് സെറ്റ് ചെയ്യാതെ നീ മിഷൻ എന്തിനാ ഓൺ ചെയ്തത്? ആഹാ, നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? എനിക്ക് ശരിക്കും അറിഞ്ഞൂടെ വലിയേട്ടാ. അവിടെ എത്തിക്കഴിഞ്ഞാലേ അതറിയാൻ പറ്റൂ. എന്റെ അമ്മോ! ഹലോ, ഞാനും നിങ്ങളോടൊപ്പം വരുന്നുണ്ട് കേട്ടോ. ഇത്തവണ ബട്ടൺ ഞാൻ പ്രസ് ചെയ്തോളാം. എനിക്ക് വിരിക്കണം. എന്തത് പൊളിച്ചെടുത്തല്ലോ. ഡോക്ടർ ചട്ക, എന്തിനൊന്ന് വേഗം ചെയ്യൂ. ഇവിടുന്ന് പോകണം. വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാനുള്ള ബട്ടൺ ഞെക്കും, അല്ലെങ്കിൽ ഇവന്മാരെല്ലാരും ചേർന്ന് നമ്മളെ പങ്ക്ചറാക്കി കളയും. സീതാറാമേ, നീ ഒന്ന് സമാധാനിക്ക്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. ഇത് വർക്ക് ആകുന്നില്ലല്ലോ. ഈ മിഷൻ എന്തോ പ്രശ്നമുണ്ട്. പൊളിച്ചെടുത്തല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ? എന്ത് സംഭവിക്കാനാ? ഓടിക്കോ, 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 മോട്ടു, വേഗം. പ്ലീസ് ഓടിക്കോ. പൊളിച്ചെടുത്തല്ലോ. മോട്ടു നിന്റെ ടൈം പ്ലീസ് നമ്പർ ഏറ്റു. നമ്മൾ രക്ഷപ്പെടുന്ന സമയത്ത് അവരോട് ടൈം പ്ലീസ് എന്ന് പറഞ്ഞ് തടയാം. എന്റെ അമ്മോ, അടിപൊളി. വന്ന അമ്പുകളൊക്കെ വഴിമാറിപ്പോയല്ലോ. ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. ഇന്ത്യ നിയമമാണ് സത്യം. ഗുഡ് 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 ഐഡിയ. ടൈം പ്ലീസ്. പൊളിച്ചെടുത്തല്ലോ മമ്മി. ടൈമിംഗ് മിഷൻ നീ പറഞ്ഞതിന്റെ അർത്ഥമൊന്നും അവർക്ക് മനസ്സിലായില്ല. ഇനി നീ പറയുമ്പോഴുണ്ടല്ലോ മലയാളത്തിൽ പറയണം കേട്ടോ, എന്നാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. എന്റെ എങ്ങനെയുണ്ട് ചേട്ടാ? എവിടെന്നാ വരുന്നേ? ഫുർഫുറി നഗരത്തിൽ നിന്ന് വരുവാ. രക്ഷിക്കണേ. ഹലോ, ഹൗ ആർ യു? വെളിയിൽ എങ്ങനെയുണ്ട് കാലാവസ്ഥ? വെളിയിൽ കാലാവസ്ഥയൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷെ അകത്ത് അത്ര നന്നല്ല. മോട്ടു, രക്ഷിക്കേ. അത് കൊള്ളാലോ. എന്റെ തൊട്ടടുത്ത് തന്നെ പോലീസ് സ്റ്റേഷൻ തുടങ്ങിയെന്നോ? കൊള്ളാം, നല്ല കാര്യം. ഇനി ഞാൻ പരിപൂർണ സുരക്ഷിതനാണ്. രക്ഷിക്കണേ മമ്മി. നോ നോ നോ, എനിക്ക് ആരെയും രക്ഷിക്കാൻ കഴിയില്ല. ആരെയും രക്ഷിക്കാൻ കഴിയില്ല. ഞാൻ തന്നെ പേടിച്ചിരിക്കുകയാണ്. വീട്ടിൽ എന്റെ അമ്മയെ പോലും ഞാൻ ഇത്ര പേടിച്ചിട്ടില്ല. പക്ഷെ ഈ മമ്മിയെ എനിക്ക് പേടിയാണ്.
പൊളിച്ചെടുത്തല്ല. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. അവിടെ നിർത്ത്. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം, ഇന്ത്യ രാജ്യമാണ് സത്യം. മര്യാദയ്ക്ക് തിരിച്ചു പോയിക്കോ. ഇതിനാണ് പറയുന്നത് ദ പവർ ഓഫ് ചിങ്കം. കണ്ടില്ലേ പേടിച്ചോടുന്നത്? ഓടിച്ചതല്ല ചിങ്കം സാറേ, അവന്മാര് പേടിച്ചോടിയതാ. പക്ഷെ അത് നിങ്ങളെ കണ്ടിട്ടല്ല. നിങ്ങളൊന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്ക്, ആരൊക്കെയാ വരുന്നേന്ന്. മോട്ടു വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. പത്തിലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കൂ. ഐഡിയ. മമ്മി, എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ പെട്ടിട്ടില്ല. മോട്ടുപത്ലു രക്ഷിക്കണേ. അതേ വല്യേട്ടാ, നിങ്ങൾ വേണം ഈ ആപത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്കാൻ. ശ്രദ്ധിക്കൂന്നേ. പത്തിലു, നീ ഇത് ഏത് സ്ഥലത്താ ഞങ്ങളെ കൊണ്ടുവന്നത്? ഒരു പ്രശ്നം തീരുമ്പോ മറ്റൊരു പ്രശ്നം പുറത്തു വരുന്നു. എന്റെ അമ്മോ. ആ കൂട്ടുകാരെ, എനിക്ക് കുറച്ച് സമയം തരണം ഈ ടൈമിംഗ് മെഷീൻ ഒന്ന് ശരിയാക്കാൻ. എന്റെ ഡോക്ടർ ചട്ക, അതിനൊന്നും സമയം നമ്മുടെ കയ്യിലില്ല. ദേ നോക്ക്, മുൻപിലേക്ക് 10 സ്കോർപിയൻ വരുന്നുണ്ട്. പൊളിച്ചെടുത്തല്ലോ മോട്ടുപത്ലു. ഇനി നിങ്ങളോടൊപ്പം ഒരിക്കലും ഞാൻ എങ്ങോട്ടും വരില്ല. ഇന്നത്തോടെ നിർത്തി. അതേ വലിയേട്ടാ, നിങ്ങൾ പേടിക്കാതിരിക്കുന്നേ. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു വഴി ഉണ്ടാവാതിരിക്കില്ല. മനുഷ്യൻ ധൈര്യത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏത് പ്രശ്നവും തരണം ചെയ്യാൻ പറ്റുന്നതാണ്. മോട്ടു, നീ പറഞ്ഞത് വളരെ സത്യമാണ്. നീ പിന്നെ അപ്പൂപ്പനെ ഓർമ്മിപ്പിച്ചു മോട്ടു. ഡോക്ടർ ചട്ക, ഞങ്ങൾ അവനെ തടഞ്ഞോളാം. നിങ്ങൾ ആ മെഷീൻ റെഡിയാക്കാൻ നോക്ക്. ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട്. ഡോക്ടർ ചട്ക, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. എന്നാൽ വരൂ കൂട്ടുകാരെ, നമ്മൾക്ക് തുടങ്ങാം. ആക്രമിക്കൂ. നീ ഏത് സ്കൂളിലാണോ പഠിക്കണേ, ആ സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററാണ് ഞാൻ. നിങ്ങളെല്ലാവരെയും ഞാനൊരു പാഠം പഠിപ്പിക്കും. ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കുന്ന ഒരു പാഠം. ജീവിതം ബാക്കിയുണ്ടെങ്കിലല്ലേ ഓർമ്മിക്കാൻ പറ്റൂ. നിന്നതിനാരാ ജീവിക്കാൻ വിടുന്നത്? നോക്ക്, നല്ല കുട്ടിയായിട്ട് ഞാൻ പറയുന്നത് കേക്ക്. തിരിച്ചു പോയി നീ നിന്റെ ഇരിപ്പിടത്തിൽ തന്നെ അടങ്ങിയിരിക്ക്. നിന്റെ ആരോഗ്യത്തിന് അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഞങ്ങളുടെ പേര് മോട്ടു പത്ലു എന്നാ. ഞങ്ങള് രണ്ടുപേരും ചേർന്ന് നിന്നെ വെള്ളം കുടിപ്പിക്കും. നിങ്ങൾ ഹോട്ടലിൽ വെയിറ്റർ ആയിരുന്നാ? എന്തേ? നിനക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ എന്റെ പത്ലുവിനെ വിടറോ.
ഇത് ശരിക്കും ഫൗളാണ്. ഇങ്ങനെ കടിക്കാൻ പാടില്ല. ഏയ്, ഈ ലോകത്ത് സ്നേഹത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നെ വിടാനാ പറഞ്ഞ. കൂട്ടുകാരെ, നിങ്ങൾ ഇനി വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ടൈമിംഗ് മിഷന് റെഡി ആയിട്ടുണ്ട്. വേഗം വരൂ, നമുക്ക് എത്രയും വേഗം രക്ഷപ്പെടണം. വാ. ഇനിയും വെച്ച് താമസിപ്പിക്കേണ്ട ഒരാവശ്യമില്ല. വേഗം വാ. ബൈ ബൈ കിങ്, ഇനി നമ്മൾ ഒരിക്കലും കാണൂല. ആര് ചെയ്ത പുണ്യാണോന്ന് അറിയില്ല, നമ്മളൊക്കെ ജീവനോടെ തിരിച്ചു വന്നത്. Watch India's largest kids library only on Geo Hotstar. Download the app now.